സ്വപ്നം കണ്ട മോളെ? അതാണോ നീ കരഞ്ഞേ? സ്വപ്നം കണ്ടതാടാ, അമ്മ പേടിക്കണ്ട കേട്ടോ. മോനോട് അമ്മ പറയാറില്ലേ ഉറങ്ങാൻ നേരത്തെ പ്രാർത്ഥിച്ചിട്ട് കിടക്കണമെന്ന്? ഇനി എന്നും ഉറങ്ങാൻ നേരത്തെ പ്രാർത്ഥിച്ചിട്ട് വേണ്ടോ കിടക്കാൻ. അപ്പൊ എന്റെ മോന് ദുസ്വപ്നങ്ങളൊന്നും കാണൂല. മോനെ എണീക്ക്, സമയം നോക്കിക്ക് 7 മണിയായി. സ്കൂൾ ബസ് ഇപ്പൊ 8 മണിയാകുമ്പത്തേക്കും വരും. പെട്ടെന്ന് എണീച്ച് മോനൊന്ന് ഫ്രഷ് ആയിക്കേ. നീ എന്നും നേരം വിളക്കുമ്പോ ഇത് തന്നെയല്ലേ റോസ് പറയുന്നത്, സ്കൂളിൽ പോകുന്നില്ല എന്ന്. മര്യാദക്ക് സ്കൂളിൽ പൊക്കോളും, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് അടി മേടിക്കും. തൽക്കാലം എനിക്ക് ഇത്തിരി സ്നേഹം കുറവായിപ്പോ. നീ പെട്ടെന്ന് എണീറ്റ് റെഡി ആവട്ടോ. അടുപ്പത്ത് ഓരോരോ സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നേ. നീ റെഡിയായി കിച്ചണിലോട്ട് വാ. ഇവളിത് എന്റെ അടുക്കുമായിരിക്കോ? എത്ര നേരം ഞാൻ റെഡി ആയിട്ട് വരാൻ പറഞ്ഞിട്ട് സമയം മൊത്തം പോയി. പെണ്ണിത് എവിടെ പോയി കിടക്കാം? സമയം മൊത്തം പോയി. സ്കൂൾ ബസ് മിസ്സാവുന്ന തോന്നുന്നു. ഞാനിന്ന് അങ്ങോട്ട് വന്നാണെ തല്ല് കൊള്ളും കേട്ടോ. നീ ആ ഡൈനിങ് ടേബിളിൽ പോയിരിക്കെ, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാൻ ഫുഡ്. ബാഗിലോട്ട് അമ്മ എല്ലാ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ലഞ്ചും കൂടി എടുത്തു വെച്ചാ മതി. അപ്പോഴമ്മ ലഞ്ചൊക്കെ എടുത്തു വെക്കുമ്പോഴത്തേക്കും മോനത് പെട്ടെന്ന് കഴിക്കട്ടോ. ഇന്നത് കഴിക്കുക, നാളെ അമ്മ വേറെ ഉണ്ടാക്കി തരാം. ബസ് പോയിട്ടുണ്ടാവോ എന്തോ. നാളെ മുതൽ റോസ് ഇത്രയും കൂടി നേരത്തെ എണീറ്റ് റെഡി ആവണം കേട്ടോ. ഇന്നിപ്പോ നമ്മൾ എത്ര തിരക്ക് കൂട്ടിയിട്ടാ ഈ സമയത്തെങ്കിലും ഇറങ്ങാൻ പറ്റിയത്. നമുക്ക് ഏതായാലും ബസ് സ്റ്റോപ്പിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. ഒരു ഹോണടി കേൾക്കുന്നുണ്ട്. സ്കൂൾ ബസ് ആണെന്ന് തോന്നുന്നു. എടി, ഞാൻ ഇന്നലെ സിനിമയ്ക്ക് അയക്കുമായിരുന്നല്ലോ.
ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. എല്ലാരും പ്രസന്റ് ആണോ? നമുക്കൊന്ന് അറ്റൻഡൻസ് എടുത്താലോ? അമ്മു പ്രസന്റ് മിസ്. മിന്നു പ്രസന്റ് മിസ്. ഏഞ്ചൽ പ്രസന്റ് മിസ്. ഖദീജ പ്രസന്റ് മിസ്. റോസ്ലി പ്രസന്റ് മിസ്. കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? 1 മുതൽ 10 വരെ കൗണ്ട് ചെയ്യാൻ പഠിച്ചില്ലേ? നമുക്കൊന്ന് കൗണ്ട് ചെയ്താലോ? 1 2 3 4 5 6 7 8 9 10. എല്ലാവരും 1 മുതൽ 10 വരെ ഒന്ന് കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 7 8 9 10. വീട്ടിലേക്ക് വൈകിട്ട് കളിക്കാൻ വരുവോടി? റോസ്ലി, മിന്നു എന്താ അവിടെ സംസാരിക്കുന്നേ? ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ലേ? എല്ലാവരും ടീച്ചറിനെ നോക്കിക്കേ. നമ്മൾ ഇന്ന് എന്താ പഠിക്കാൻ പോകുന്നതെന്നറിയോ? 1 മുതല് 5 വരെയുള്ള നമ്പേഴ്സിന്റെ സ്പെല്ലിംഗ് ആണ് നമ്മൾ പഠിക്കുന്നത്. വളരെ ഈസിയാണ്. ടീച്ചർ പറയണത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ടീച്ചർ ഓരോ നമ്പേഴ്സും ബോർഡിൽ എഴുതാം, നിങ്ങൾ നോക്കിയിരിക്കണം. ലിസൺ. ടീച്ചർ ബോർഡിൽ എഴുതിയേക്കുന്ന നമ്പർ ഏതാണ്? എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഏതാ നമ്പർ? 1. എല്ലാവരും ഇനി ബോർഡിലോട്ട് നോക്കിക്കേ. ടീച്ചർ അവിടെ 1ന്റെ സ്പെല്ലിംഗ് എഴുതിയിട്ടുണ്ട്. എന്തെന്ന് എഴുതിയിരിക്കുന്നേ? ONE 1. എല്ലാവരും ഒരുമിച്ചൊന്ന് പറഞ്ഞേ. നെക്സ്റ്റ് നമ്പർ ഏതാണ്? എല്ലാവരും ബോർഡിലോട്ട് നോക്ക്. കണ്ടേ, നോക്കിക്കേ, ഏതാ? 2. എല്ലാവരും ഒന്ന് പറഞ്ഞേ. 2. നമുക്കിനി എന്നാ 2ന്റെ സ്പെല്ലിംഗ് പഠിച്ചാലോ? നോക്കിക്കേ, ബോർഡിലോട്ട് നോക്കിക്കേ. TWO 2. TWO 2. റോസ്ലി, നെക്സ്റ്റ് നമ്പർ ഏതാണ്? 3. വെരി ഗുഡ്. ടീച്ചർ 3യുടെ സ്പെല്ലിംഗ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഏഞ്ചൽ എണീറ്റ് നിന്നേ. ഏഞ്ചൽ എണീറ്റ് നിന്നിട്ട് 3യുടെ സ്പെല്ലിംഗ് ഒന്ന് വായിച്ചേ. ബോർഡിലുണ്ട്, ബോർഡിൽ നോക്കി വായിച്ചാ മതി. ഓക്കേ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചു? 1 പഠിച്ചു, 2 പഠിച്ചു, 3 പഠിച്ചു അല്ലേ? നമുക്ക് ഇനി എന്നാൽ നെക്സ്റ്റ് നമ്പർ പഠിച്ചാലോ? ഏതാണ് നെക്സ്റ്റ് നമ്പർ? 4. ബോർഡിലോട്ട് നോക്കിക്കേ, ടീച്ചർ എഴുതിയിട്ടുണ്ട് 4. എല്ലാരും കണ്ടോ 4? ഇനി 4ന്റെ സ്പെല്ലിംഗ് പറഞ്ഞാലോ? 4ന്റെ സ്പെല്ലിംഗ് എഫിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. FOUR. 4. 4 കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് നമ്പർ ഏതാണ്? ആമിന, you stand up and say 5. Good. നമുക്ക് എന്നാ ഇനി നെക്സ്റ്റ് 5ന്റെ സ്പെല്ലിംഗ് നോക്കിയാലോ? എന്താണ് 5ന്റെ സ്പെല്ലിംഗ്? ബോർഡിലോട്ട് നോക്കൂ, ടീച്ചർ എഴുതിയിട്ടുണ്ട്. FIVE 5. എല്ലാവരും 5ന്റെ സ്പെല്ലിംഗ് ഒന്ന് ഒരുമിച്ച് പറഞ്ഞേ. FIVE. അപ്പോ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നമ്മൾ ലാസ്റ്റ് പഠിച്ച നമ്പർ ആയിരുന്നു 5. 5ന്റെ സ്പെല്ലിംഗ് once again FIVE. നാളെ വരുമ്പോ എല്ലാവരും ഇത് പഠിച്ചോണ്ട് വരണം കേട്ടോ. ഓക്കെ, see you tomorrow.